നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഉൾപ്പെടെ 2000-ലേറെ പേരെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അദ്ദേഹം ദൈവതുല്യനാണ്. നമ്മുടെ പ്രവാസി മലയാളികൾക്ക് പർവ്വതങ്ങളിലും താഴ്വാരങ്ങളിലും വഴിതെറ്റി ജീവന ഭീഷണി നേരിട്ടവരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ റെക്കോർഡുമായി വൈമാനികൻ കേണൽ സായിദ് അൽ യമാഹി. 2000-ലേറെ പേരെയാണ് ഇദ്ദേഹം രക്ഷപ്പെടുത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. പോലീസിലെ എയർവിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അൽ യമാഹി പെരുമഴയത്തും മൂടൽമഞ്ഞിലും കൊടുങ്കാറ്റിലുമെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതും സധൈര്യം തന്നെ. ദുർഘട മേഖലകളിൽ മറ്റ് രക്ഷാദൗത്യങ്ങൾ വിഫലമാകുമ്പോഴാണ് എയർവിംഗിന്റെ സഹായം തേടിയിരുന്നത്. ഇതുവരെ 4000 ദൗത്യങ്ങൾക്ക് അൽ യമാഹി നേതൃത്വം നൽകി കഴിഞ്ഞു. അങ്ങനെ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അൽ യമാഹി. 6 വർഷത്തിനിടെ അൽപീഹ് താഴ്വരയിൽ കുടുങ്ങിയ സ്വദേശികളും വിദേശികളുമായ 6000-ൽ പരം പേരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. പലപ്പോഴും മരണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ജബൽ ജെയ്സ് മലനിരകളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും ഇദ്ദേഹമാണ് പുറപ്പെടുക. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പെരുമഴയിൽ, അതും 24 വർഷത്തിനു ശേഷം പെയ്ത ഏറ്റവും വലിയ മഴയിൽ തുടർച്ചയായി 3 ദിവസം രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നു അൽ യമാഹിക്ക്. ജബൽ ജെയ്സിന് സമീപമുള്ള ഗ്രാമത്തിൽ നിന്ന് 204 പേരെയാണ് ഇദ്ദേഹം ഒഴിപ്പിച്ചത്. കനത്ത മഴയിലും മഴവെള്ളത്തിലും ഇവരുടെ വീടുകൾ മുങ്ങിയിരുന്നു. കുടിവെള്ളവും വൈദ്യുതിയും മുടങ്ങിയിരുന്നു. തൊഴിലാളികൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവരെയെല്ലാം ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ അവശനിലയിലായ പലരെയും ആശുപത്രിയിൽ എത്തിക്കേണ്ടതായും വന്നു. തിങ്കളാഴ്ച മാത്രം 50 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. കുത്തിയൊലിക്കുന്ന മലവെള്ളത്തിൽ അകപ്പെട്ട വാഹനത്തിൽ നിന്ന് യുവാവിനെ രക്ഷപ്പെടുത്തിയതാണ് മറ്റൊരു ദൗത്യം. 1996-ൽ ഷാർജ എയർവിംഗിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയിരുന്നത്. 1999-ലാണ് ഷാർജ പോലീസ് വിഭാഗം രൂപീകരിക്കുന്നത്. ആദ്യം തന്നെ നിയമനം ലഭിക്കുകയും ചെയ്തു. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട ജീവിതത്തിൽ ഒട്ടേറെ ജീവനുകൾ രക്ഷിക്കാൻ ആയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് അൽ യമാഹി ഇപ്പോൾ കഴിയുന്നത് തന്നെ. ഈ കാര്യങ്ങൾ ദൈവതുല്യമാണ്. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെ ഒത്തിരിയേറെ പേരുടെ ജീവൻ തിരിച്ചു തന്ന ആളാണ് അൽ യമാഹി. അതുകൊണ്ട് നമ്മൾ കടപ്പെട്ടിരിക്കണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.